ഹലോ, വെൽക്കം ടു കുട്ടി ഗോസ്പൽ. കുരുവിപ്പാപ്പ എന്ന് പറഞ്ഞിട്ടൊരു മലയാള സിനിമയുണ്ട്, കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ്. കുരുവിപ്പാപ്പ ഒരു പക്ഷേ നിങ്ങൾ പേര് പോലും കേട്ടിരിക്കാൻ സാധ്യതയില്ല. അത്ര ഫേമസ് ആയിട്ടുള്ള സിനിമയൊന്നുമല്ല, പക്ഷേ അതിലെ കഥ ഫേമസാണ്. അതിൽ അഭിനയിച്ച പ്രധാനപ്പെട്ട നായിക ഫേമസാണ്. അവളുടെ പേരാണ് തൻഹ ഫാത്തിമ. തൻഹ ഫാത്തിമ നിറത്തെക്കുറിച്ചുള്ള കഥയാണ്. നിറത്തിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ കഥയാണ്. ഈ ഫാത്തിമ, തൻഹ ഫാത്തിമ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. നമ്മുടെ കളമശ്ശേരിയിലാണ് സ്കൂളിൽ പഠിക്കുന്നത്. അങ്ങനെ സിനിമയിലേക്ക് എത്താനുള്ള കാരണം അവളുടെ തന്നെ ലൈഫ് സ്റ്റോറിയാണ്. അവൾ കറുത്ത പെണ്ണായിരുന്നു, കറുപ്പുള്ള പെണ്ണായിരുന്നു. അതിൻ്റെ പേരിൽ സ്കൂളിൽ, വീട്ടിൽ, നാട്ടിൽ ഒക്കെ അവൾ കളിയാക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കുമ്പോൾ പറയും, ഓ നീ കറുത്താണ്, ഇത് ചേരില്ല, വെയിലത്തിറങ്ങി കിടക്കാം, നിനക്ക് കളറൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അങ്ങനെ നിരന്തരം നിറത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട കുട്ടിയാണ്. അവൾക്ക് ഒപ്പനയിൽ മണവാട്ടിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ മണവാട്ടിയാകുന്ന ക്ലാസ് എഴുന്നേറ്റ് പറഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും ചിരിച്ചു. കറുത്ത മണവാട്ടിയ, കറുത്ത മണവാട്ടിയ. സങ്കടമായിപ്പോയി. ഒരു പ്രാവശ്യം അവളുടെ ശരീരത്തിൽ ഇങ്ങനെ പൊള്ളിയിട്ട് അവിടെ ഇങ്ങനെ വെളുത്തു വന്നു. ഒരു വീട്ടിൽ വിരുന്നിന് പോയപ്പോൾ ബന്ധുക്കാരി, അവിടെയുള്ള അവളുടെ റിലേറ്റീവ് പറഞ്ഞു, കളിയാക്കി, തമാശയായിട്ടാണ് പറഞ്ഞേ, എടി നിൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ പൊള്ളിക്കഴിഞ്ഞാൽ നീ വെളുത്തു വരുമല്ലോ. അവരൊരു തമാശയാണ് പറഞ്ഞത്, പക്ഷെ കുഞ്ഞിൻ്റെ ഉള്ളിലത് വല്ലാത്ത ചിന്തയായിട്ട് കിടന്നു. അവളെ മണവാട്ടിയാക്കിയില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ട് അവൾ വീട്ടിൽ വന്നിട്ട് അവളൊരു കടുങ്കൈ ചെയ്യാൻ നോക്കി. എന്താണെന്നറിയാമോ? തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് അവൾ ബാത്റൂമിൽ കയറി ശരീരത്തിലേക്ക് ഇടാൻ നോക്കി. തലനാരിഴക്ക് അവൾ രക്ഷപ്പെട്ടാണ്. അങ്ങനെ ഒരു കടുങ്കൈയിലേക്ക് അവൾ പോയാൽ അത്രമേൽ ആ കുഞ്ഞു മനസ്സ് നിറത്തിൻ്റെ പേരിൽ വേദനിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് കേരളത്തിലൊരു റിയാലിറ്റി ഷോയിൽ അവൾ പങ്കെടുത്തു. ഓഡിഷൻ റൗണ്ടിൽ അവൾ നന്നായിട്ട് പെർഫോം ചെയ്തു. ഡാൻസ് റിയാലിറ്റി ഷോ ആയിരുന്നു. പക്ഷെ അവൾ എടുത്തില്ല അവർ. കാരണം പറഞ്ഞത്, നീ കറുപ്പാണ്, നീ കറുപ്പാണ്. പിന്നീട് അവൾ തമിഴ്നാട്ടിൽ ഒരു ഡാൻസ് റിയാലിറ്റി ഷോക്ക് ചേരുന്നുണ്ട്. അവിടെ അവൾക്ക് ജിംനാസ്റ്റിക് ഡാൻസിന് സമ്മാനം കിട്ടുന്നുണ്ട്. സമ്മാനം കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു പൊതുപരിപാടിക്കിടയിൽ അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന പനിനീർ സെൽവം ഇവളെ തിരിച്ചറിഞ്ഞിട്ട് ഇവളെ സ്റ്റേജിലേക്ക് വിളിച്ചിങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പാപ്പ. അതാണ് അവൾക്ക് പാപ്പ എന്ന പേര് കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ, ഇവളുടെ കഥ പറയുന്ന സിനിമയിൽ കുരുവിപ്പാപ്പ എന്ന പേര് വന്നത്. തൻഹ ഫാത്തിമയുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. നിറത്തിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോയെന്ന് കരുതി അവൾ പിൻവാങ്ങാൻ തയ്യാറായില്ല. അവൾ ഫൈറ്റ് ചെയ്ത് മുന്നിൽ വന്ന് ഒരു നായികയായി മാറുകയാണ്. സിനിമയിൽ നായികയായിട്ട് മാറുകയാണ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റിനെയാണ്. ഇദ്ദേഹവും ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. പലതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യനാണ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുന്നതെന്നറിയാമോ? അദ്ദേഹം മരുഭൂമിയിൽ ഒട്ടകരോമം കൊണ്ടുള്ള കുപ്പായിട്ട മനുഷ്യൻ, അരയിലൊരു തോൽവാറ്, പിന്നീട് കഴിച്ചിരുന്ന എന്താ, കാട്ടുതേനും വെട്ടുക്കിളികളും. നിങ്ങളൊന്ന് കണ്ടു നോക്കിയ മനുഷ്യൻ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ രൂപം? മുടിയൊക്കെ ജട പിടിച്ച്, ശരീരത്തിൽ ഇങ്ങനെ രോമമൊക്കെ ഇട്ട്, വെട്ടുക്കിളിയും കാട്ടുതീനും അടിക്കുന്ന, നമ്മളെന്താ പറയുന്ന, കൾച്ചർഡ് അല്ലാത്ത മനുഷ്യനെന്നല്ലേ പറയുന്നത്. അങ്ങനെയല്ല അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ നോക്കി, അണലി സന്തതികളെന്നുള്ള ഹാർഷായിട്ടുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ഒരാളുടെ മുഖത്ത് നോക്കി എന്തും പറയാനുള്ള ധൈര്യമുള്ളൊരു മനുഷ്യനായിരുന്നു. ഈ വാസ് ഡിഫറെൻറ്റ്. ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കാം, വേഷം കൊണ്ടായിരിക്കാം ഇദ്ദേഹം മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയത്. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയെങ്കിലും ഈ മനുഷ്യൻ ആരുടെ സ്വരമായിരുന്നു? മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം ആരുടെ ശബ്ദമാണ്? ദൈവത്തിൻ്റെ ശബ്ദമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ യോഹന്നാനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്, അവൻ വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നു. ദൈവം അയച്ച മനുഷ്യൻ. ഏറ്റവും വലിയ ലേബിൾ എന്താണ്? അദ്ദേഹം എങ്ങനെയായിരുന്നു കാണാൻ, അദ്ദേഹത്തിൻ്റെ തൊലിയുടെ നിറം എന്തായിരുന്നു, എന്ത് ഉടുത്തിരുന്നു, എന്ത് കഴിച്ചിരുന്നു, എങ്ങനെ സംസാരിച്ചിരുന്നുള്ളതല്ല. ദൈവം അയച്ച മനുഷ്യൻ ഈസ് സെൻഡ് ബൈ ഗോഡ്. നമ്മുടെ ഏറ്റവും വലിയ ലേബിൾ എന്താണെന്നറിയാം മക്കളെ? സെൻഡ് ബൈ ഗോഡ്. ദൈവം അയച്ചതാണ് നമ്മളെ. ഈ തൻഹ ഫാത്തിമയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. തൻഹ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? തൻഹായി, ഒറ്റപ്പെടൽ. ഹിന്ദിയിൽ ഒറ്റപ്പെടൽ, ഒറ്റ, എലോൺ എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ ഈ തൻഹ തന്നെ പിന്നീട് നിറമുള്ളൊരു പെൺകുട്ടിയായിട്ട് മാറുന്നുണ്ട്. കാരണം ഈ തൻഹയുടെ അറബിക് അർത്ഥം നോക്കുമ്പോൾ, അറബിക് വേർഡാണ് ശരിക്കും തൻഹ എന്ന് പറയുന്നത്. അറബിക് അർത്ഥം എന്താണ്? ഗാഡ്. മക്കളെ, നമ്മൾ ദൈവം അയച്ച മനുഷ്യരാണ്. നമ്മൾ എങ്ങനെ ആയിക്കൊള്ളട്ടെ, നമ്മൾ ദൈവം അയച്ച മനുഷ്യരാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ആരെ നമ്മളെ ഉണ്ടാക്കി? നമ്മളെ ക്രിയേറ്റ് ചെയ്ത് ദൈവമാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എന്താ പറഞ്ഞെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്? ഗുഡ് എന്നല്ല പറഞ്ഞ, വെരി ഗുഡ്.
വെരി ഗുഡ്. നമ്മളെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞത് വെരി ഗുഡ് എന്നാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എങ്ങനെ നമ്മളെ നോക്കുന്നു നിങ്ങൾ കരുതണ്ട. ദൈവം നിങ്ങളെ എങ്ങനെ നോക്കുന്നത്? ദൈവം നിങ്ങളോട് എന്തെന്ന് പറയണേ? യു ആർ സെൻഡ് ബൈ ഗോഡ്. എന്നിട്ട് ദൈവം എന്ന് പറയണേ, കം ആസ് യു ആർ ബ്യൂട്ടിഫുൾ. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ വന്നോ. നിങ്ങൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്, നിങ്ങൾ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ്. യോഹന്നാൻ നമ്മളിന്ന് ഓർമ്മിപ്പിക്കുകയാണ്, എങ്ങനെയായിരുന്നാലും എന്താ, നമ്മൾ ദൈവം അയച്ചതല്ലേ. ബി ബ്രേവ് ബിക്കോസ് യു ആർ ബ്യൂട്ടിഫുൾ. ഹാപ്പി സൺഡേ.